പഠിക്കാം നമുക്കൊരു ഇക്വേഷൻ. പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുന്ന 10th ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഫിഗർ തന്നിരിക്കുന്നു. അതിൻ്റെ സൈഡ്സ് എല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സോൾവ് ഫോർ എക്സ് ആൻഡ് വൈ ആണ് നമ്മുടെ ജോലി. നമ്മുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക, എക്സും വൈയും കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. റെക്റ്റാങ്കിൾസിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണല്ലോ. അപ്പോൾ എക്സ് പ്ലസ് 3y എന്ന് പറയുന്ന 13ഉം 3x പ്ലസ് y എന്ന് പറയുന്ന 7ഉം ആണ് നമുക്ക് ഫിഗറിൽ നിന്ന് മനസ്സിലാവും. നമുക്ക് രണ്ട് ഇക്വേഷൻ നമ്മൾ എടുത്തെഴുതി. മുൻപ് പഠിച്ചതുപോലെ അതിനെ നമ്മൾ കോഎഫിഷ്യൻറ്റിനെ ഈക്വേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്, ഈക്വലൈസ് ചെയ്യാൻ തുടങ്ങുകയാണ്. സെക്കൻഡിലെ വൈയുടെ 1 എന്ന് പറയുന്ന കോഎഫിഷ്യൻറ്റിൻ്റെ ഫസ്റ്റ് ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്ത് ഫസ്റ്റിൻ്റെ 3 കൊണ്ട് നമ്മൾ സെക്കൻഡ് ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്ത് പുതിയ രണ്ട് ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കി. 1 കൊണ്ട് വിളിക്കുമ്പോൾ എസ് പ്ലസ് 3y = 13, 3 കൊണ്ട് ഇങ്ങോട്ടാകുമ്പം 9s പ്ലസ് 3y = 21. നമുക്കറിയാമല്ലോ മിഡിൽ ടൈം കോഎഫിഷ്യൻസ് ഈക്വൽ ആയതുകൊണ്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇല്ലാതായി. എക്സിൽ നിന്ന് 9s സബ്ട്രാക്ട് ചെയ്യുമ്പോൾ -8x, 13 - 21 -8. ചെറുതിൽ നിന്ന് വലുത്. സ്മാളിൽ നിന്ന് ലാർജസ്റ്റ് കുറയ്ക്കും. മൈനസ് ക്യാൻസൽ. 8/8 = 1. എക്സിൻ്റെ വാല്യൂ കിട്ടി. ഈ വാല്യൂ നമ്മൾ ഒരു ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. എഴുതി കൊടുത്താലും മതി. എസ് പ്ലസ് 3y = 13 എന്ന് പറയുന്ന ഇക്വേഷൻ എടുത്തെഴുതി. എക്സ് നമ്മൾ 1 കൊടുത്തു. 1 + 3y = 13. 3y = 13 - 1 = 12. y = 12/3 = 4. സൊല്യൂഷൻ x = 1, y = 4. ഇങ്ങനെയും നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. പഠിച്ചു വച്ചേക്കുക.